ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കട ദുരിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് കൊടുക്കാവുന്ന അശാവഹമായ കരുത്തിൻ്റെ പേരാണ് കുരിശ്. സങ്കടങ്ങളും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും ദുരിതങ്ങളുമേറുന്ന സകല ജീവിതങ്ങൾക്കും കരുത്തിനായി കുരിശ് കൊടുക്കുക. കുരിശിൽ പരിഹരിക്കാത്ത, കുരിശോട് ചേർത്താൽ തീർക്കാനാവാത്ത സങ്കടമില്ല, ദുരിതങ്ങളില്ല, നൊമ്പരങ്ങളുമില്ല. എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്നുള്ള ശിഷ്യൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഗുരു കുരിശിൻ്റെ വിരുമാറിൽ കരങ്ങും വിരിച്ചു പിടിച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യയായിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞത്, ഞാൻ ഇത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നു. വിശുദ്ധ ജീവിതങ്ങളൊക്കെയും ധ്യാന വിഷയമാക്കുമ്പം സഹനമാണ് വിശുദ്ധ ജീവിതങ്ങളെ വാർത്തെടുത്തത് മുഴുവനും. വിശുദ്ധ പാദ്രപ്പിയോ ഏറെ സഹനത്തിൻ്റെ വഴിയിലൂടെ, തെറ്റിദ്ധാരണയുടെ ഇടങ്ങളിലൂടെ കടന്നുപോയപ്പോഴും തെല്ലും ശങ്കയില്ലാതെ കുർബാനയെ പ്രണയിച്ചവന് കുർബാന നിഷേധിക്കപ്പെട്ടപ്പോഴും, മനോവിഭ്രാന്തിയുള്ള ഗണത്തിൽ പെടുത്തപ്പെട്ട് അകത്തളങ്ങളിൽ അടച്ചിടപ്പെട്ടപ്പോഴും ഒരു അസ്വസ്ഥതയുമില്ലാതെ കൂടുതൽ സ്നേഹത്തോടെ തമ്പുരാനോടൊപ്പമായിരിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ ദൈവം ഈ ജീവിതത്തിൻ്റെ നന്മകളെയും സവിശേഷതയെയും സത്യധർമ്മബോധങ്ങളെയും അടയാളപ്പെടുത്തിയത് പഞ്ചക്ഷതം കൊടുത്തുകൊണ്ടാണ്. ജീവിച്ചിരിക്കുമ്പം അടയാളങ്ങളിൽ സ്വർഗം കൊടുക്കുന്ന അതിശ്രേഷ്ഠമായത് പഞ്ചക്ഷരമാണല്ലോ. ആഗ്രഹത്തോടെ നമുക്കും തമ്പുരാനോട് ഈ ആത്മീയ വിചാരങ്ങളെ ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാം. ഈശോയെ, സങ്കടത്തിൻ്റെ ദുരിതത്തിൻ്റെ അനുഭവങ്ങളെ പ്രത്യാശയുടെ കുരിശുകൊണ്ട് ഒന്ന് അതിജീവിക്കാൻ കൃപ തരിക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.